വീഡിയോയിൽ ഒരുപാട് രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ആദ്യമേ തന്നെ നമ്മൾ ഈ പാലസ്തീൻ്റെ സങ്കടം അതിൽ നിന്ന് തന്നെ നമുക്ക് പോവാം. അതായിരിക്കും നല്ലത്. കാരണം അവർക്കാണ് ഏറ്റവും കൂടുതൽ ഇപ്പം വിഷമകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്തായാലും അവർ ഈ പാലസ്തീനിയൻ അതോറിറ്റി അഥവാ ഈ മുഹമ്മദ് അബ്ബാസ് നയിക്കുന്ന ആ ഒരു പാലസ്തീനിയൻ അതോറിറ്റി, ഈ പാലസ്തീനിയൻ അതോറിറ്റി എന്ന് പറഞ്ഞാൽ അറിയാലോ, എൻറ്റയർ പാലസ്തീനികളുടെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ നോക്കുന്ന ഒരു ഓഫീസ്. അതങ്ങനെ വിചാരിച്ചാൽ മതി. അല്ലാതെ അതിന് പ്രൈം മിനിസ്റ്ററെന്നോ പ്രസിഡന്റെന്നോ ആ രീതിയിലുള്ള ഒരു നടപടിക്രമങ്ങളൊന്നുമല്ല അവിടെ നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ പാലസ്തീനിയൻ അതോറിറ്റി കുറച്ച് പൈസ ഇന്റർനാഷണൽ സംഘടനയുടെ കയ്യിൽ നിന്നൊക്കെ എവിടെ നിന്നൊക്കെ കിട്ടാനുണ്ടോ, ഈ ഇസ്ലാമിക രാജ്യങ്ങളായിക്കോട്ടെ, ഇവർക്ക് സഹായിക്കുന്ന പല രീതിയിലുള്ള സംഘടനകളായിക്കോട്ടെ, NGOs ആയിക്കോട്ടെ, ഇവരുടെ നിന്നൊക്കെ പൈസ മേടിച്ച് വെച്ചുകൊണ്ട് ഇതിനെ തീവ്രവാദികൾക്ക് കൃത്യമായിട്ട് പങ്കിട്ട് കൊടുക്കുന്ന കൃത്യമായി വീതിച്ചു കൊടുക്കുന്ന ഒരു ഓഫീസറാണ് ഈ മുഹമ്മദ് അബ്ബാസ്. അല്ലാതെ അതിൽ കൂടുതൽ വലിയ റോളൊന്നും അയാൾക്കില്ല. പാലസ്തീനിയൻ ക്രോണിക്കിൾ എന്ന് പറഞ്ഞ ആ ഒരു പത്രം വായിച്ച് മുന്നോട്ട് പോയപ്പോഴത്തേക്കും അതിൽ കണ്ടെത്താൻ കഴിഞ്ഞ 2-3 കാര്യങ്ങൾ. അതിൽ നമ്പർ 1, ട്രംപിനെ വൈകാതെ മീറ്റ് ചെയ്യേണ്ടി വരും. ആർക്ക്? അബ്ബാസിന്. അതിന്റെ ഡേറ്റും ടൈം ലൈനും ഒന്നും ഇതുവരെ ഷെഡ്യൂൾ ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും അത് വൈകാതെ തന്നെ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് ചില കാര്യങ്ങൾ ഇയാൾ ചെയ്യുന്നുണ്ട്. കാര്യം വേറെ ഒന്നുമില്ല. അതായത് ഈ ഒരു തീവ്രവാദികൾക്ക് അതിലുപരിയായിട്ട് ഈ ഇസ്രായേലിന്റെ ജയിലിൽ പോയിട്ട് തിരിച്ചിറങ്ങി വരുന്ന പ്രിസണേഴ്സിന് ഇവർക്കൊക്കെ ചില സ്റ്റൈഫൻഡ് എന്ന് പറഞ്ഞറിയാലോ, മന്ത്ലി കൊടുക്കുന്ന മാസപ്പടി, ആ മാസപ്പടിയും അതുപോലെയുള്ള പിന്നെ ചില മുഖ്യധാര തീവ്ര നിലപാടുള്ള ആൾക്കാർക്ക് നല്ല രീതിയിലുള്ള ഒരു എമൗണ്ട് ഉണ്ട്. അതിൽ കാറ്റഗറി വൈസ് ആണ്. അതായത് എന്ത് കുറ്റകൃത്യമാണ് ചെയ്തത്, കുറ്റകൃത്യത്തിന്റെ കാഠിന്യത, കുറ്റകൃത്യത്തിന്റെ ആ ഒരു തീവ്രത അനുസരിച്ചാണ് പൈസ. അപ്പം കൊലപാതകമാണെങ്കിൽ ആ രീതിയിൽ, ചെറിയ കൈമുറിക്കൽ, കാലുമുറിക്കൽ, കൊട്ടേഷൻ, അങ്ങനെ തന്നെ സംഭവം. അതായത് ഒരു പാലസ്തീനിയൻ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്ന കൊട്ടേഷൻ ഏർപ്പാട്. അപ്പൊ ഈ കൊട്ടേഷനിൽ കാലിനൊരു കോസ്റ്റ്, കൈക്കൊരു കോസ്റ്റ്, അങ്ങനെയാണല്ലോ. ആ രീതിയിലുള്ള കാറ്റഗറൈസ് ചെയ്തുകൊണ്ടുള്ള പണമിടപാടുകളാണ് കംപ്ലീറ്റ് നടക്കുന്നത്. അതിന് ഇവര് സ്റ്റൈഫൻഡ് എന്നൊക്കെയും പിന്നെ ഗ്രാൻഡ് എന്നൊക്കെയും അല്ലെങ്കിൽ പ്രിസണേഴ്സിന് കൊടുക്കുന്ന ചില ധനസഹായം എന്നുള്ള നിലയിലൊക്കെ അവർ വ്യാഖ്യാനിക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. അപ്പൊ ഇന്ന് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ന്യൂസ് ആണ് പുറത്തു വന്നത്. അതായത് പാലസ്തീനിയൻ അതോറിറ്റി ഇനി മുതൽ ഈ ഒരു ഫണ്ട് കൊടുക്കുന്നതല്ല, ഇത് നിർത്തുകയാണ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് പുറത്തു വന്നത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പാലസ്തീനിയൻ അതോറിറ്റിയിൽപ്പെട്ട ആൾക്കാർ, അഥവാ ഈ ഒരു ഗാസയിൽ താമസിക്കുന്ന ആൾക്കാർ, ഇല്ലെങ്കിൽ ഈ വെസ്റ്റ് ബാങ്കിൽ താമസിക്കുന്ന ആൾക്കാർ, ഈ ഒരു തീവ്രവാദികളെല്ലാം ആർക്കെതിരെയാണ് അവിടെ കിടന്ന് ചെയ്യുന്നത്? ആരുടെ കൈകാലം മുറിക്കാനാണ് ഈ പാലസ്തീനിയൻ അതോറിറ്റി പൈസ കൊടുക്കുന്നത്? ആരെ കൊല്ലാനാണ് ഈ അതോറിറ്റി പൈസ കൊടുക്കുന്നത്? നേരെ മറിച്ച് ഇസ്രായേലിന്റെ ഉള്ളിൽ പൈസ കൊടുക്കുന്നുണ്ടോ ഇവിടെ പാലസ്തീനികളെ കൊല്ലാൻ വേണ്ടിയിട്ട്? അപ്പൊ ഇതുപോലുള്ള സംഗതിയാണ്. ഇതിന്റെ ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റിൽ ഒരു ഇൻഡയറക്റ്റ് മീനിങ് ഉണ്ട്. ആ ഇൻഡയറക്റ്റ് മീനിങ് ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഇസ്രായേലിനെ കൊല്ലാൻ വേണ്ടിയിട്ട്, അത് ഇസ്രായേലിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇവർ മുടക്കുന്ന പൈസയാണ്. ഓരോ വീട്ടുകാർക്കും വ്യക്തിപരമായിട്ട് കൊടുക്കുന്ന പൈസയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത്. ഞാൻ താഴെ ടാഗ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടോളൂ. അതായത് പാലസ്തീനിയൻ അതോറിറ്റി ഇനി മുതൽ ഈ ഒരു സ്റ്റൈഫൻഡ്, ഈ ഗ്രാന്റ്, ഇതൊന്നും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ഈ വാർത്ത ഉള്ളിലേക്ക് വായിച്ചു പോയപ്പോഴത്തേക്കും ഏറ്റവും ലാസ്റ്റില് ചെറിയൊരു അക്ഷരത്തിൽ കൊടുത്തിരിക്കുകയാണ്. എന്താണെന്നറിയാമോ? അതായത് ഇത് നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പാലസ്തീനിയൻ അതോറിറ്റി നിർത്തുക, അത്രേ ഉള്ളൂ. പാലസ്തീനിയൻ അതോറിറ്റി ഇത് മൊത്തത്തിലെടുത്ത് വേറൊരു സംഘടനയുടെ കയ്യിലാണ് കൊടുക്കുന്നത്. വേറൊരു സംഘടന, അതായത് മിനിസ്ട്രി ഓഫ് സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ, പാലസ്തീനിയൻ അതോറിറ്റിയുടെ ഗവൺമെന്റിന്റെ കീഴിൽ തന്നെ വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ ഒരു മിനിസ്ട്രി ഓഫ് സോഷ്യൽ ഡെവലപ്മെന്റ്. അപ്പൊ അതിന്റെ താഴെ ഒരു സംഘടന രൂപീകരിച്ചിരിക്കുകയാണ്. ഇതൊരു NGO എന്ന് വേണമെങ്കിൽ പറയാം. പാലസ്തീനിയൻ നാഷണൽ ഫൗണ്ടേഷൻ ഫോർ എക്കണോമിക് എംപവർമെന്റ്. മനസ്സിലായ? ഇതാണ് ആ ഒരു NGO സംഘടന. ഇനി ഈ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് ഈ ഒരു NGO ആയിരിക്കും. അപ്പൊ പാലസ്തീനിയൻ അതോറിറ്റി പൈസ കൊടുക്കുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൊടുക്കുന്നില്ല. മനസ്സിലായോ? അപ്പൊ നമ്മളെല്ലാം എന്ത് ചെയ്യണം? നമ്മളെല്ലാം കണ്ണടച്ച് ഉറങ്ങിക്കോണം. അവർ പാലസ്തീനിയൻ അതോറിറ്റി ഇനി പൈസ കൊടുക്കുന്നില്ലേ? ഇനി കൊടുക്കാൻ പോകുന്നത് NGO ആണ്. മനസ്സിലായോ? ഇത് എന്ത് നാടകമാണ് ഇതൊക്കെ? അതിന് തൊട്ട് താഴെ ഹമാസ് ഉടനെ ഇതിനെ കണ്ടംപ്റ്റ് ചെയ്തിരിക്കുകയാണ്. പാലസ്തീനിയൻ അതോറിറ്റിയെ കണ്ടംപ്റ്റ് ചെയ്തിരിക്കുകയാണ്. അത് നിങ്ങൾ ഈ പൈസ കൊടുപ്പ് ഇങ്ങനെ നിർത്തിയത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട്. യുവമാരൊക്കെ ആരെ പറ്റിക്കാനാണ് ഈ പരിപാടിയും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നത്? ഇസ്രായേൽ ഇതൊക്കെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യും. അവർക്കറിയാം എങ്ങനെയാണ് പൈസ കൊടുക്കുന്നത്, എങ്ങനെയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ വ്യക്തമായിട്ട് സ്റ്റഡി ചെയ്തിട്ട് യുവമാരെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇസ്രായേൽ അവിടെ ഇരിക്കുന്നത്. ഇസ്രായേൽ അവിടെ നിന്ന് എല്ലാ ഗാസക്കാരെയും ഒഴിപ്പിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇമാതിരിയുള്ള തരികിട പരിപാടി കൊണ്ട് തന്നെയാണ്. സ്റ്റേറ്റ് സ്പോൺസേർഡ് തീവ്രവാദം, അതാണ് അവിടെ നടക്കുന്നത്. സ്റ്റേറ്റ് സ്പോൺസേർഡ് തീവ്രവാദം, അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ പരക്കെയുള്ള ഒരുപാട് ഈ ഒരു ഫോറിൻ അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കുറെ മിടുക്കന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥരായിട്ട് പണിയെടുത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ വന്ന് നിന്നിട്ട് പറയാണ് ട്രംപ് എന്താ വിടുവായിത്തരം പറയാണ്, നെതന്യാഹു ഇങ്ങനെ പറയാണ്, സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളെല്ലാം കൂടെ ശക്തമായി തിരിച്ചടിക്കും, ഇങ്ങനെയുള്ള ചില വിടുവായിത്തരങ്ങളൊക്കെ പറയാണ്. ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല. ഗാസയിൽ എന്താണെന്നുള്ളത് നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ്. അതൊരു സ്ട്രാറ്റജിക് മൂവ് ആണ് ട്രംപിന്റെ. ഒരു നെഗോസിയേഷന്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ വെച്ചിരിക്കുന്ന ഒരു പോയിന്റ് ആണ്. അവിടെ നിന്ന് ഇനി നെഗോഷിയേഷൻ നടക്കൂ. അല്ലാതെ ഇനി നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ, അതായത് ഒരു ടോപ്പ് ലെവലിൽ ഒരു ഡിസിഷൻ ഇല്ലാണ്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും, ഇപ്പൊ നമ്മൾ
ഇപ്പൊ നെഗോഷിയേറ്റ് ചെയ്യാൻ പോകുന്നു. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ട്രംപിന്റെ നിലപാട് ഇതാണ്. അപ്പൊ അവിടെ നിന്ന് വേണം നെഗോഷിയേറ്റ് ചെയ്ത് വരാൻ. അല്ലാതെ ഇപ്പം ട്രംപ് ഇങ്ങനെ ഒരു നിലപാട് വ്യക്തമാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇവർ പോയിട്ട് ഒരു മിഡിൽ മാൻ ആയിട്ട് കണ്ടുകൊണ്ടായിരിക്കും സംസാരിക്കുന്നത്. അപ്പോഴത്തേക്കും നെഗോസിയേഷൻ പ്രോപ്പറായിട്ട് നടക്കത്തില്ല. ട്രംപിന് എന്താണോ വേണ്ടത് അത് നേടാനും പറ്റത്തില്ല. അപ്പൊ ട്രംപ് ആദ്യമേ വ്യക്തമാക്കുകയാണ്, എന്റെ നിലപാട് ഇതാണ്, തീവ്രവാദത്തിനെതിരാണ് എന്റെ നിലപാട്, ഗാസ ഫ്രീ ആക്കണം, ഗാസയിൽ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫാണ് വേണ്ടത്, ഗാസയ്ക്കുള്ളിൽ തീവ്രവാദം പാടില്ല. ഇതൊക്കെയാണ് ട്രംപിന്റെ നിലപാട്. പിന്നെ ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് അവിടെ വേണം, അതൊരു ചെറിയ രാജ്യമാണ്. ആ സ്റ്റേറ്റിന് അവിടെ നിലനിന്ന് പോകാനുള്ള എല്ലാവിധ സഹകരണങ്ങളും ചുറ്റുമുള്ള അറബ് രാഷ്ട്രങ്ങൾ കൊടുക്കണം എന്നുള്ളതാണ് ട്രംപിന്റെ നിലപാട്. ആ നിലപാടാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. അത് കേൾക്കാൻ ഇച്ചിരി മനപ്രയാസമൊക്കെ ഉണ്ടാവും, പക്ഷെ അത് പ്രാക്ടിക്കലായിട്ട് തിങ്ക് ചെയ്ത് നോക്കേണ്ട കാര്യമാണ്. ആരും അവിടെ നിന്ന് ഗാസയുടെ ജനങ്ങളെ നിർബന്ധിച്ച് പുറത്താക്കത്തില്ല. അതൊക്കെ വിയന്ന കരാറിന്റെ ലംഘനമായിട്ട് കരുതപ്പെടും. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ പരിപാടികളൊന്നും നടക്കത്തില്ല. പിന്നെ ട്രംപ് എന്ന് പറഞ്ഞാൽ കുറച്ച് വിചിത്രമായ തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തിയാണ്. അത് ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞേക്കാം. കാരണം വേറെ ഒന്നുമില്ല, പുള്ളി വന്ന ഉടനെ കണ്ടോ, ഞാൻ ഇവിടെ കാർബൺ കുറയ്ക്കുന്നതിനുമായിട്ടുള്ള ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് അതിന് പൈസ തരത്തില്ല, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഞാൻ പൈസ തരത്തില്ല, ഇതുപോലുള്ള പല തീരുമാനങ്ങൾ എടുക്കും. പക്ഷെ അതിന്റെ പുറകിലൊക്കെ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് എന്തെങ്കിലുമൊക്കെ അറിഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ പുള്ളി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ അതിന്റെ പിന്നാമ്പറ കഥകളാണ് ഈ US എയ്ഡിലൂടെ മൊത്തത്തിൽ വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ശക്തമായ തീരുമാനങ്ങളും അതിനെക്കുറിച്ചുള്ള വിഷനും അയാൾക്കുണ്ടാവും. US അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള ട്രംപ് എന്ന് പറഞ്ഞ ആ ഒരു പ്രസ്ഥാനം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. വരും വരായികളെ കുറിച്ച് ചിന്തിക്കാത്ത ആളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇങ്ങനെ ഒരു സക്സസ്ഫുൾ ബിസിനസ്മാൻ ആവാൻ കഴിയില്ല എന്നുള്ളതാണ്. പൈസയുടെ ഇടപാടും കൂടെ ചേർന്നതാണല്ലോ രാജ്യം ഭരിക്കുക എന്ന് പറയുന്നത്. അല്ല, പൈസയുടെ ഇടപാടില്ലാതെ വെറുതെ രാജ്യം മാത്രം ഭരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരു പൊളിറ്റീഷ്യൻ എന്ന് കാണുമ്പോഴത്തേക്കും ആ പൊളിറ്റീഷ്യന്റെ ഉള്ളിൽ ഒരു ശക്തമായ ബിസിനസ്മാൻ കൂടെ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ഈ ഒരു ഇടപാടുകളൊക്കെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഹമാസ്, ഇറാൻ, തുർക്കി ഇവർ 3 പേരും ചേർന്ന് സംസാരിച്ചിട്ടുണ്ട് ഇറാനിൽ വെച്ചിട്ട്. അപ്പൊ അവിടെ എടുത്ത തീരുമാനമാണ് ഒന്നെങ്കിൽ US സഹകരിച്ച് മുന്നോട്ട് പോകണം. ആര്? ഇറാൻ. ഇനി അഥവാ US മുന്നോട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ശക്തമായിട്ടുള്ള ചില നീക്കങ്ങൾ അണിയറയിൽ നടത്തേണ്ടതുണ്ട്. അപ്പൊ ഇത് കമനയുടെ, ഈ ആയത്തുള്ള കമനയുടെ ഉപദേശമാണ് ഹമാസിന്റെ അടുത്ത് ഈ സീസ് ഫയർ ഡീൽ ലാഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ടാണ് രാത്രി ഈ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. എന്താണ്? ശനിയാഴ്ചത്തെ റിലീസ് ഞങ്ങൾ ചെയ്യുന്നില്ല, ഇനി ഒരു മുന്നറിയിപ്പ് വരുന്നത് വരെ ബന്ദികളെ റിലീസ് ചെയ്യില്ല എന്നുള്ള രീതിയിൽ ഉള്ള സ്റ്റേറ്റ്മെന്റ് ഹമാസ് പുറത്തിറക്കിയത്. അതിന്റെ തലേദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്റലിജൻസ്, തുർക്കിയുടെ ഇന്റലിജൻസ് ഇറാന്റെ ഇന്റലിജൻസുമായിട്ട് ഒരു മീറ്റിംഗ് നടത്തിയിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ ഇവരെല്ലാരും കൂടെ കൂടിച്ചേർന്ന് ഒരു ഗൂഢാലോചന നടത്തി കൊണ്ടുവരുന്ന ഒരു തീരുമാനമാണ് ഇപ്പൊ ഈ ഒരു സീസ് ഫയർ പൊട്ടിക്കുക എന്നുള്ളത്. ഈ സീസ് ഫയർ പൊട്ടിച്ചിട്ട് നെതന്യാഹുവിന്റെ മേളിൽ ആ ഒരു ബ്ലെയിം എടുത്തിടാം. നെതന്യാഹുവിന്റെ ഒരു പോപ്പുലാരിറ്റി ഇസ്രായേലിന്റെ ഉള്ളിൽ കുറച്ച് താഴോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. കാര്യം വേറെ ഒന്നുമില്ല, പകുതിയോളം ബന്ദികളെ കിട്ടി, ഇനി ഒരു 10-17 ആൾക്കാരെ കൊണ്ടുവരാനുണ്ട്. അപ്പൊ അതും കൂടെ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ നെതന്യാഹുവിന്റെ പോപ്പുലാരിറ്റി എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ ഉള്ളിൽ നല്ല രീതിയിൽ കുതിച്ച് കയറുന്ന ഒരു ഏർപ്പാടാണ്. അപ്പൊ അതെന്തായാലും കൊടുക്കാൻ പാടില്ല. പിന്നെ ഈ സീസ് ഫയർ ലാഗ് ചെയ്യണമെന്നുള്ളത് ഹമാസിന്റെ പ്രൊപ്പഗണ്ടയാണ്. പക്ഷെ അതേസമയം ഇത് ലാഗ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വീഴ്ച ഹമാസിന് സംഭവിക്കാനും പാടില്ല. അതാണ് ഇവരുടെ ഒരു നിലപാട്. അതുകൊണ്ടാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് ഇനി ഒരു മുന്നറിയിപ്പ് വരുന്നത് വരെ ഇവർ സീസ് ഫയർ ബ്രേക്ക് ചെയ്യുന്നു എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഇവർ ബ്ലെയിം എടുത്ത് ഇസ്രായേലിന്റെ മേളിൽ ഇട്ടിട്ട്, അതായത് ഈ ഗാസയിലെ ജനങ്ങളെ അവിടെ റീസെറ്റിൽമെന്റ് ചെയ്യാനുള്ള ഒരു താമസം, അവിടെ ഞാൻ കാണിക്കുന്ന ഒരു ഇമേജ് കണ്ടോ, ഇതാണ് അവരുടെ സെറ്റിൽമെന്റ്, ഇതാണ് അവർ റീസെറ്റിൽമെന്റ് എന്ന് പറയുന്നത്. അല്ല അവിടെ ഭയങ്കരമായിട്ടുള്ള വീടൊക്കെ പണിതല്ല അവിടെ താമസിക്കുന്നത്. ഈ ഒരു ടെന്റ് ഏത് നേരത്തും ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറിൽ അടിച്ചു കൂട്ടി താമസിക്കാൻ പറ്റുന്ന ടെന്റുകളിലാണ് അവർ താമസിക്കുന്നത്. ഇതിൽ എന്താണ് ഇപ്പൊ റീസെറ്റിൽമെന്റിന് ഇത്രമാത്രം ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടും ഇല്ല. മനഃപൂർവ്വം ഹമാസ് കെട്ടിച്ചമച്ച് അവർക്ക് കണ്ടെത്തുന്ന ഒരു കാരണമാണ്. അപ്പൊ ഈ കാരണം കണ്ടെത്തിയത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഹമാസിന്റെ താല്പര്യങ്ങൾ എന്ന് പറഞ്ഞാൽ 3 വിഷയങ്ങളാണ്. 3 വിഷയത്തിൽ ഒന്ന്, അവര് ഇപ്പോൾ ഈ ജനങ്ങളെയൊക്കെ ഗാസയ്ക്കുള്ളിൽ അവർ കയറ്റിവിടുന്നുണ്ട്. അപ്പൊ അത് അവരുടെ ജനങ്ങളുടെ ഇടയിൽ ഹമാസിന് ഒരു പോപ്പുലാരിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്, നമ്പർ 1. അടുത്തത് അവിടെ നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഷോ, അതായത് ഈ ഒരു ബന്ദികളെ റിലീസ് ചെയ്യുമ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഷോ, ആ ഷോ ഒരു പബ്ലിക് ഏരിയയിൽ വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് പബ്ലിക്കിന് കിട്ടുന്ന ഒരു കോൺഫിഡൻസ്, അതായത് കണ്ടോ നമ്മളുടെ ഹമാസ് ചുണക്കുട്ടികൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അങ്ങനെ കാണാനുള്ള ഒരു ഡെമോൺസ്ട്രേഷനിൽ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു പോപ്പുലാരിറ്റി, ഈ പോപ്പുലാരിറ്റി എന്താണ് ചെയ്യുന്നത്? ഇന്ത്യൻ അതോറിറ്റി എന്ന് പറയുന്ന അബ്ബാസിന്റെ പാർട്ടി, ഫത്തേ പാർട്ടിയെ അവിടെ കുറച്ച് തരം താഴ്ത്തുകയും ഹമാസ് ഒന്നുകൂടെ ശക്തിയാർജിച്ച് വരികയാണെന്നുള്ള രീതിയിലുള്ള ഒരു ഇമാജിനേഷൻ കൊടുക്കാനും സാധിക്കുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്താണ്? മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവര് മാക്സിമം ജീവിച്ചിരിക്കുന്ന ബന്ദികളെയൊക്കെ വിട്ടു കഴിഞ്ഞു. ഇനി ഏതാണ്ട് 10-15 ആൾക്കാരെ ഉള്ളൂ ഇനി ജീവനോടെ വിട്ട് കൊടുക്കാനുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. അതിലും കുറവാണെന്നാണ് കേൾക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പല വീഡിയോയിൽ ഇതിന് മുമ്പ് തന്നെ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, ഈ സീസ് ഫയർ മുന്നോട്ട് പോകുന്തോറും ഡിഫിക്കൽട്ടീസ് കൂടും എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ആദ്യം നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്ന ബന്ദികളെയൊക്കെ വിടും, കുറച്ച് ഇങ്ങനെ ജീവിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ വിടും. ഇത് വിട്ട് അവസാനം പോകുമ്പോഴത്തേക്കും അതിരൂക്ഷമായ രീതിയിൽ പീഡനമേറ്റ ആൾക്കാരൊക്കെ വിട്ടുകൊടുക്കേണ്ടി വരും. ഇനി ഞാൻ റിലീസായ ഒരു 3 ബന്ദികളുടെ വീഡിയോ കണ്ടിട്ട് ട്രംപ് തന്നെ
വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയനാണ് പുറത്ത് പറഞ്ഞിരുന്നത്. നെതന്യാഹുവിനേക്കാളും കൂടുതൽ ഇമോഷണൽ ആയിട്ടാണ് ട്രംപ് സംസാരിച്ചത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ രീതിയിൽ, അതായത് സ്റ്റാർവേഷൻ, പട്ടിണിക്കിട്ട് കൊല്ലുന്ന ഏർപ്പാടാണ് ഹമാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ട്രംപിന്റെ ഭാഗത്ത് വന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു ദേഷ്യത്തിന്റെ പുറത്താണ് ബാക്കിയിരിക്കുന്ന എല്ലാ ബന്ദികളെയും സാറ്റർഡേ നിങ്ങൾ ശനിയാഴ്ച ഇതിനെ വിട്ടേക്കണം എന്നുള്ള ഒരു വാണിംഗ് കൊടുത്തത്. ആ വാണിംഗ് കൊടുത്തതിന്റെ പുറകിലാണ് ഈ ഹമാസ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അതായത് ഞങ്ങൾ ശനിയാഴ്ചത്തെ റിലീസിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒന്ന് ചിന്തിക്കാനുണ്ട്, ഇനി ഒരു അറിയിപ്പ് വരുന്നത് വരെ ബന്ദികളെ വിടുന്നത് നിർത്തിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്. ഇതിൽ നിന്ന് അടുത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഗാസയെ ഒഴിപ്പിക്കൽ എന്ന് പറഞ്ഞ ആ ഒരു പ്രക്രിയയുമായിട്ട് ട്രംപ് കൂടുതൽ എഫക്റ്റീവായിട്ട് കുറച്ച് സ്പീഡപ്പ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇറാനിന് തീർച്ചയായിട്ടും ട്രംപിനോട് വാശിയുണ്ട്, അത് 100% ഉറപ്പുള്ള കാര്യമാണ്. ഖാസിം സുലൈമാനി എന്ന് പറഞ്ഞ അവരുടെ ന്യൂക്ലിയർ സയന്റിസ്റ്റിനെ വധിച്ചത് ഈ ട്രംപ് ഇരുന്ന സമയത്താണ്. ട്രംപാണ് ആ ഒരു ദൗത്യത്തിന് ഉത്തരവിട്ടതും US ആർമിക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് ഈ ഓപ്പറേഷൻ നടത്താൻ പറഞ്ഞത്. അപ്പൊ അതിന്റെ വൈരാഗ്യം തീർച്ചയായിട്ടും ഇറാനുണ്ട്. നമ്മൾ ഇറാന്റെ വീഡിയോകൾ പലതും ചെയ്തപ്പോഴത്തേക്ക് പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ഖാസിം സുലൈമാനിയുടെ മെമ്മോറിയൽ ഡേ ഒക്കെ എങ്ങനെയാണ് ഇറാന്റെ ഉള്ളിൽ ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നുള്ളത്. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഖാസിം സുലൈമാനി ഇറാനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ അതിന് പകരം വീട്ടും എന്നുള്ളതിൽ യാതൊരു രീതിയിലുള്ള ഡൗട്ടും വേണ്ട എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇറാൻ തന്നെയാണ് അതിന്റെ പുറകിൽ. നെതന്യാഹുവിന്റെ, അതായത് പാലസ്തീൻ സ്റ്റേറ്റ് വേണമെങ്കിൽ സൗദിക്കുള്ളിൽ ഒരെണ്ണം ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അത്ര പിടിച്ചിട്ടില്ല സൗദി അറേബ്യക്ക്. അവിടെ സൗദി അറേബ്യയുടെ ഉള്ളിലും അതിനെ എതിർത്തുകൊണ്ടൊക്കെ പല സ്റ്റേറ്റ്മെന്റുകളും സൗദി അറേബ്യ പുറത്തിറക്കുന്നുണ്ട്. പക്ഷെ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് കാര്യം. സൗദി അറേബ്യ ഇതുപോലെ തന്നെ പല രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളും പല തവണയായിട്ട് ഇവർ ഈ ഒരു ഗാസ വിഷയത്തിൽ ഇറക്കിയിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും യാതൊരു പ്രാധാന്യവും കൽപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഇസ്രായേലും അമേരിക്കയും അവർക്ക് നിർണായകമായ ചില തീരുമാനങ്ങളുണ്ട്, അവർക്ക് ചില അജണ്ടാസ് ഉണ്ട്, അവർക്ക് ചില പ്രൊപ്പഗൻഡ ഉണ്ട്, അത് അവർ നടപ്പിലാക്കുക തന്നെ ചെയ്യും. പക്ഷെ അത് ഏത് വഴി കൂടെ നടക്കും. ചിലപ്പോൾ XYZ ഒക്കെ ഇടും, പക്ഷെ എന്നാലും അവസാനം അവർ ആ റീച്ചിങ് പോയിന്റിൽ എത്തും എന്നുള്ളതാണ്. ഹമാസിന്റെ ലീഡർ പറഞ്ഞിരിക്കുന്നത് സീസ് ഫയർ ഡീലിനെ ഒബേ ചെയ്യണം. ആര് ഒബേ ചെയ്യണം? ഹമാസ് ആണ് ഇപ്പൊ ഈ റിലീസ് മുടക്കി വെച്ചിരിക്കുന്നത്. ഇന്നലെ നെറ്റ്സരിയം കോറിഡോറിൽ നിന്ന് IDF വിഡ്രോവൽ പ്രഖ്യാപിച്ചതല്ലേ. വിഡ്രോവൽ പ്രഖ്യാപിച്ചതും പാർഷ്യലി വിഡ്രോവൽ നടന്നുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള സിറ്റുവേഷൻ ആണ്. പിന്നെ ബഫർ സോണിന്റെ ഭാഗത്ത് ഒരു വെടിവെപ്പ് നടന്നിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഓൾറെഡി ഇന്നലെ മെൻഷൻ ചെയ്ത് പോയതാണ്. പിന്നെ ഹമാസിന് വേറെ ആഗ്രഹമുള്ളതെന്ന് പറഞ്ഞാൽ അവർക്ക് തിരിച്ച് ഇസ്രായേലിന്റെ ഒരു ആക്രമണം ഗാസയിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു അഭിപ്രായം കൂടെ അവർക്കുണ്ട്. അത് ഹമാസിന്റെ പ്രതിച്ഛായ നഷ്ടപ്പെടാൻ ഒരു കാരണമാവും ഈ ഗാസ ജനങ്ങളുടെ ഇടയിൽ. അതും അവർ കരുതുന്നുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇസ്രായേലിന്റെ ഉള്ളിൽ ഈ ബന്ദികളുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ബന്ദികളെ വിട്ടുകിട്ടണം എന്ന് പറഞ്ഞിട്ട് പ്രക്ഷോഭം നടത്തുന്ന ആൾക്കാരില്ലേ, പ്രൊട്ടസ്റ്റ്, അവര് നെതന്യാഹുവിന്റെ ഓഫീസിന്റെ മുന്നിൽ ഇന്നൊരു പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജെറുസലേം 1 എന്ന് പറഞ്ഞ റോഡ് ഇന്ന് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ രീതിയിലുള്ള സമരം, ഡെമോക്രാറ്റിക് കൺട്രി ആയതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള സമര പരിപാടികളൊക്കെ അവിടെ നടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇത് നടക്കാൻ വേണ്ടി തന്നെയാണ് ഹമാസ് ആഗ്രഹിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ ഗാസ രണ്ടായി പിളർന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വളരെ കൃത്യമായിട്ട് അത് ഹമാസിനെ നല്ല രീതിയിൽ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഇട്ട വീഡിയോ അല്ല ഈ ഒരു ഗാസയെ രണ്ടായി പിളർന്നത്. കാരണം ആ ഒരു സ്റ്റേറ്റ്മെന്റ് അവർ പറഞ്ഞിരിക്കുന്നത് ഇതിനെക്കുറിച്ച് അവർ കൺസേൺഡ് ആണ്. കാരണം എന്താ വെച്ചാൽ നോർത്തേൺ ഗാസ ഭാഗത്താണ് ഈ ഒരു ഗാസ സിറ്റി ഉള്ളത്. അപ്പൊ ആ ഗാസ സിറ്റി സെൻട്രൽ ഗാസയിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. വിട്ടുകൂടിയ ഒരു കോറിഡോർ ആയിട്ട് നെറ്റ്സറിയം കോറിഡോർ മാറിയിരിക്കുകയാണ്. അത് ഞാൻ പറഞ്ഞല്ലോ 6 കിലോമീറ്റർ ആണ് ആ ഒരു നെറ്റ്സറിയം കോറിഡോർ എന്ന് പറയുന്നത്. അത് നടന്നാണ് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ രീതിയിലുള്ള അതൊരു വലിയ ഡിസ്റ്റർബൻസ് ആയിട്ട് തന്നെ ഹമാസിന് തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഇത് ഇന്നാണ് ഹമാസിന് തോന്നി തുടങ്ങിയത്. ഞാനിത് ഏതാണ്ട് 2 ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഈ ഒരു വീഡിയോ ഗാസ രണ്ടായി പിളർന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. തമ്പനിയിൽ അങ്ങനെ തന്നെ ഇട്ടിരിക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി നോക്കാം. ഞാൻ പറഞ്ഞു വരുന്ന ഈ ഒരു പോയിന്റ്സുകളെല്ലാം തന്നെ ഹമാസിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന പോയിന്റ്സുകളാണ്. ഇതൊക്കെ അവര് ഈ സീസ് ഫയർ ഡീലിന് മുന്നോടിയായിട്ടുള്ള ചർച്ചകൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്യപ്പെടുന്നതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം അവർ കുറെ നാൾക്ക് ശേഷമാണ് ഗാസ മൊത്തത്തിൽ അവർ നടന്നിരിഞ്ഞ് കാണുന്നത്. അപ്പൊ കണ്ടുവരുമ്പോഴത്തേക്കും ഈ രണ്ടാം സീസ് ഫയറിന് പോകുന്നതിന് മുന്നോടിയായിട്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ വീണ്ടും നെഗോഷിയേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് സെക്കൻഡ് ഫേസ് ഡീലിലേക്ക് അങ്ങ് മുന്നോട്ട് സംസാരിച്ച് നീങ്ങാൻ പറ്റുന്നില്ല. കാരണം അത്രമാത്രം പെൻഡിങ് ആയിട്ടുള്ള ഇഷ്യൂസ് അതിന് മുമ്പ് തന്നെ കിടക്കുകയാണ് എന്നുള്ളതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മിസ്റ്റേക്ക് ആണ്. 1 ടൈം റിലീസാണ് സെറ്റ് ചെയ്യേണ്ടിരുന്നത്. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വീക്ക്ലി ആയതുകൊണ്ട് തന്നെ പല കുറ്റങ്ങളും കുറവുകളും പല ആവശ്യങ്ങളും പല റിക്വസ്റ്റുകളും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. നമുക്ക് എന്നാ പിന്നെ ഇത് ചോദിച്ചു നോക്കാം, എന്നാ പിന്നെ അത് ചോദിച്ചു നോക്കാം, എന്നാ പിന്നെ 2 കുട്ടികളുണ്ടല്ലോ അവരെ വെച്ചിട്ട് നമുക്ക് ഇത് ബാർഗൈൻ ചെയ്ത് നോക്കാം. ഈ രീതിയിലുള്ള ബാർഗൈനിങ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും തീവ്രവാദികളുടെ സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് ഈ ഒരു കുട്ടികളുടെ ജീവൻ വരെ വെച്ചുകൊണ്ട് വിലപേശിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇസ്രായേൽ ഒരു തീരുമാനം അങ്ങ് എടുക്കും. അത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ മുന്നറിയിപ്പൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഒരു രാത്രി അങ്ങ് ഇറങ്ങും F-35 F-15 ഒക്കെ എടുത്തോണ്ട്. പിന്നെ ഗാസയല്ല 2-3 ഗാസ അവിടെ ഉണ്ടാവും.
അതാണ് പറയാനുള്ളത്. കൂടുതൽ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.